അടുത്ത മാസം മുതൽ സിനിമയുടെ കാര്യങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു വീട്, വണ്ടികൾ എല്ലാം സ്വന്തമായി. ഈ ആഴ്ചയാണ് ഫ്ലാറ്റിൻ്റെ ഫൈനൽ എഴുത്ത്. ഇത് കഴിഞ്ഞാൽ സിനിമയുടെ പരിപാടികൾക്ക് തന്നെ ഇറങ്ങണമെന്നുള്ളതാണ്. പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പല ബിസിനസ്സുകളും സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, പല പടങ്ങളും കച്ചവടം നടക്കാതെ മാറുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് എന്തിന് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പം ഞാൻ ആരോട് തമാശയ്ക്ക് ചോദിച്ചു, നീ എൻ്റെ സിനിമയും കൂടെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷം 250 സിനിമ ഇറങ്ങി, ഇതൊന്നും കണ്ടിട്ടില്ല. ഒരാളെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട്, അപ്പം നമ്മളൊരു സിനിമ ഇനി ചെയ്യണമെങ്കിൽ അത് ഒന്നുകിൽ അത് പൂർണ്ണ ഏതെങ്കിലും ഇതിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതാവണം. ഇത് രണ്ടും കൂടെ ഉള്ള പല വിധത്തിലാണ് ആലോചനകളിലും സീരിയസ് ചർച്ചകളിലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി നോക്കാം. സിനിമാ പ്രേമി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പ്രമേഹത്തിൻ്റെ ട്രെയിലറൊക്കെ ഇന്നലെ വന്നായിരുന്നു, അത് കണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മളിനി ചെറുതാകത്തേ ഉള്ളൂ. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ്, അദ്ദേഹം കാര്യങ്ങളെ ഇപ്പോഴും നോക്കിക്കാണുന്ന രീതി, ഇപ്പോഴൊരു നടനെന്ന നിലയിൽ ഈ അഭിനയത്തോടുള്ള തരം ആർത്തി, വ്യത്യസ്തതകൾ തേടിയുള്ളൊരു വലച്ചിൽ, അത് ഞാൻ ഖത്തറിലെ മമ്മൂക്ക ഫാൻസിൻ്റെ അവിടുത്തെ പ്രോഗ്രാം ഇനാഗുറേഷൻ ഞാനായിരുന്നു. അപ്പം ഞാൻ അവരോടും പറഞ്ഞതാണ്, ഇന്നീ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാളത്തിൻ്റെ മറ്റേ നമ്മുടെ മഹാനടനൊന്നും അല്ല, ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നത്, എല്ലാ കാലത്തും മാതൃകയാക്കാൻ പറ്റുന്ന മമ്മൂക്ക തന്നെ. അതിന് അത്ര അപ്ഡേറ്റഡാണ്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. ഞാനിപ്പോഴും ഇരുന്നിട്ട് 80കളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ 90കളിൽ അന്നങ്ങനെ സിനിമയായാലും എന്തായാലും നമ്മളിപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ടാണ് നിങ്ങളെൻ്റെ ഫ്രണ്ടിൽ അത് കോടാറ്റും ഫ്യൂജി ഫിലിമും ഒക്കെ കത്തിയുന്നൊരു കാലം. അപ്പോൾ അങ്ങനെ കാലം ഇങ്ങനെ മാറി. അംബാസഡർ കാറുകളൊരു കാലത്ത് ഇന്ത്യൻ നിരത്തുകൾ ഓടി, ഇന്ന് സ്മാർട്ട് കാറുകളെ, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എപ്പോഴും സക്സസ് ആകുന്നത്. കാലത്തെ മുൻകൂട്ടി കണ്ട് ഇന്നേ പ്രവർത്തിക്കുക. അക്കാര്യത്തിൽ നമുക്ക് ഒരു ലെജൻഡാണ്, ഒരു പുലിയാണ്, ഭയങ്കര അപ്ഡേറ്റഡാണ്. ഞാൻ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആരാധനയുണ്ട്. പ്രമേയമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും സ്വീകരിക്കുന്ന സമീപനമൊക്കെ തന്നെ അത്ഭുതകരമായിട്ടുള്ള സമീപനങ്ങളാണ്. എനിക്ക് പലപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്നൊരു സൂപ്പർ താരത്തിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു. ഇപ്പം ഈ മലക്കോട്ടെ വലിയവൻ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അദ്ദേഹം ആ പ്രായത്തിൽ എടുത്തേക്കുന്ന എഫേർട്ട്, ലാലേട്ടൻ എടുത്തേക്കുന്ന എഫേർട്ട് നമുക്ക് അത്ഭുതം തോന്നി. പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റാതെ, അപ്പോൾ ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്തപ്പോൾ എഫേർട്ടുകൾക്ക് വിലയില്ലാതാകും. മമ്മൂക്കയെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇവിടുത്തെ ലാലേട്ടനെ അനാവശ്യമായിട്ട് വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഈ രണ്ടുപേരും മലയാളികൾക്ക് ഏത് കാലഘട്ടത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം. അത് എത്ര ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാലും രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കും. നമുക്ക് വെച്ചൊരു പടം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അഖിൽമാരാർ? അങ്ങനെയൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോയി നമ്മളൊരു കഥ പറയുമ്പോൾ, ഞാൻ മുമ്പ് എനിക്ക് ആൻഡോ ചേട്ടൻ്റെ അടുത്ത് ഒരു സബ്ജക്റ്റ് പറഞ്ഞില്ല. എനിക്ക് മമ്മൂക്ക ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കുമെന്ന് തോന്നി. നമുക്ക് ഇപ്പോഴും എനിക്ക് അറിയില്ല, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചോളാം. ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബെസ്റ്റ് വിഷസൊക്കെ അയച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു. ലാലേട്ടൻ്റെ പടം വന്ന സമയത്താണ് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യേണ്ട ലാലേട്ടൻ്റെ മറുപടികൾ ഞാനൊന്ന് ഷെയർ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നൊരു കഥകൾ നമുക്ക് വന്നാൽ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്ത് പ്രതിഫലിപ്പിക്കാനുള്ള അത്രയും വലിയ ഡയറക്ടറൊക്കെ ഞാൻ ആയോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ട, എന്നാലും ചെയ്യണമെന്നില്ല. ഓക്കെ, എല്ലാവരും ആശംസ. താങ്ക് യു.